ഞാൻ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. ഇവിടെ 68 ഹെക്ടറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രദേശത്താണ് പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം 417 വീടുകളാണ് പ്രാരംഭഘട്ടത്തിൽ ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഈ 417 വീടുകൾക്കും ഒരേ സ്വഭാവമായിരിക്കും, ഒരേ ഡിസൈൻ ആയിരിക്കും, ഒരേ പ്രത്യേകതയായിരിക്കും. ഒരേ മനുഷ്യന്മാരെ ഒരുപോലെ കാണുന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കും ഈ വീടുകൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂരൽമലയിൽ ജോഷിലയ്ക്കൊപ്പം നൈസാമോളും ഒരുപാട് ആളുകളുണ്ട്. ആ ദുരന്ത ഭൂമിയിൽ നിന്ന് അതിജീവിച്ച് പുതിയൊരു ജീവിതത്തിന് നാന്ദി കുറിക്കുന്ന മനുഷ്യന്മാരുണ്ട് ജോഷിലയ്ക്കൊപ്പം. ജോഷില, ചൂരൽമലയിലാണുള്ളത്. ചൂരൽമലയിൽ ഞങ്ങളുടെ കൂടെ എന്താണ് നൈസാമോള് പറയുന്നത്? അവരുടെ ഉമ്മയും ഒക്കെ ഉണ്ട്. നമുക്ക് നൈസമോള് ഇവിടെ ഇങ്ങനെ എന്താ പറയാ തുള്ളിച്ചാടി നടക്കുകയാണ്, നല്ല സന്തോഷത്തിലാണ്. ചൂരൽമലയിൽ എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വരുമ്പോ നൈസമോള് പറഞ്ഞത്. നൈസമോളെ കാണാം. നൈസമോള മോദി കണ്ടിരുന്നില്ലേ? എന്താ പറഞ്ഞേ? അന്നെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ തരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? പറഞ്ഞില്ലേ? മോദിയെ കണ്ടിരുന്നോ? എടുത്തിരുന്നോ? ഇല്ല, എടുത്തിരുന്നു. നേസമോള് കുഞ്ഞുകുട്ടിയല്ലേ, നമുക്ക് ആ കാര്യങ്ങൾ ഒഴിവാക്കാം. നേസമോളുടെ അമ്മ ഇവിടെയുണ്ട്, ജസീല. എങ്ങനെയാണ് അന്ന് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും പിന്നീട് പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങളും ഒക്കെ ജസീലയ്ക്ക് അറിയാം. ജസീല ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന സമരത്തിലേക്ക് പോകാൻ ഒരുങ്ങിയതായിരുന്നു. പിന്നീട് അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുമോ എന്നുള്ളൊരു പേടി കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ വിമർശിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ജസീലയ്ക്ക് വന്നു. അതിനുശേഷമാണ് ജസീല ആ ഒരു ഇത് മാറ്റിവെച്ചത്. എന്നാലും ജസീലയുടെ ഉള്ളിൽ ഒരു പ്രതിഷേധമുണ്ട്. ഇതുവരെ അന്ന് വന്ന് ഫോട്ടോഷൂട്ട് നടത്തിയതല്ലാതെ പ്രധാനമന്ത്രി ഒന്നും നൽകിയില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ ജസീലയ്ക്ക് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ വരുന്ന യാത്രയിലൊക്കെ അതേക്കുറിച്ച് സംസാരിച്ചാണ്. ജസീലയോട് ചോദിക്കാം, ജസീല അന്നത്തെ ഒരു അനുഭവം, അന്ന് വന്ന ഒരു സമയമുണ്ടല്ലോ, രക്ഷപ്പെട്ട് വന്ന ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയാവോ? ഇത് സംഭവിക്കുമ്പോൾ 1.5 മണിക്കാണ് ഇത് സംഭവിച്ചത്. പിന്നെ എന്താ, ഞങ്ങൾ കുറച്ച് താഴെ വരെ, ഞാനും മോളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, താഴെ വരെ ഒലിച്ച് പോയി. അവിടുന്ന് ഞാൻ വെള്ളം പോയി കഴിഞ്ഞപ്പോൾ മോളെ എടുത്ത് ഓടുക ചെയ്തത്. അവിടെ ഓടുന്നതിൻ്റെ മുന്നേ ഞാൻ എല്ലാവരും വിളിച്ച് കരഞ്ഞു, പക്ഷെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് കയറി അവിടെ ഒരു വീട്ടിൽ പ്രശ്നവേട്ടൻ എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ടായിരുന്നു. അവരാണ് ഞങ്ങളെ മേലോട്ട് കയറ്റി കൊണ്ടുപോയത്. ആ കയറുമ്പോഴും എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ, എൻ്റെ ഹസ്ബൻഡും മക്കളും ഉമ്മയൊക്കെ അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ഞാൻ രക്ഷപ്പെട്ടല്ലോ, അപ്പോൾ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ഇതായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് നൈസമോള് കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് സംഭവിക്കുകയാണ്, എന്തോ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തോ സംഭവിക്കുകയാണെന്ന്. അപ്പം ഞാൻ കട്ടിലിൽ കയറി മോളെ കയ്യിലെടുത്ത് പിടിച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും വെള്ളം വന്ന് അങ്ങനെ ഒലിച്ചു പോകുക ചെയ്തത്. വീട് പൊളിഞ്ഞൊന്നും അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് ശക്തിയിലായിരുന്നു വെള്ളം വന്നത്. അങ്ങനെ കുറച്ച് താഴെ വരെ ഒലിച്ചു പോയി. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് കയ്യിൽ നോക്കുമ്പോൾ മോക്ക് എന്താ ശ്വാസം ഉണ്ടായിരുന്നു, കണ്ണൊന്നും തുറന്നിട്ടില്ലായിരുന്നു, ഇരുടുകയല്ലേ, അപ്പോൾ ഒരു ചെളിക്കട്ട കയ്യിലുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കമത്തി കിടത്തി പുറത്ത് നല്ല കൊട്ടിയപ്പോൾ ഛർദ്ദിച്ചു. അപ്പോഴാണ് പിന്നെ മോള് കരച്ചിൽ തുടങ്ങിയത്. അപ്പോഴാണ് മോക്ക് ബോധം തിരിച്ചു വീണത്. പിന്നെ ഞാൻ അവളെയും കൊണ്ട് ഏട്ടന്മാർ എന്നെ രക്ഷിച്ച് മേലോട്ട് കൊണ്ടുപോയിരുന്നു. അവിടുന്ന് ഞങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി മോളെ വേറെ വീട്ടിലേക്കും കൊണ്ടുപോയി, എന്നെ വേറെ വീട്ടിലേക്കും കൊണ്ടുപോയി. രണ്ടാളും 2 വീട്ടിലായി. മോള് അവിടെ കിടന്ന് കുളി കഴിഞ്ഞ് മോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിന്ന്. അപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ഓടണം വെച്ചിട്ട് എല്ലാവരും ഇറങ്ങി ഓടിക്കോളി പറഞ്ഞ്. അപ്പം ഞാനും എൻ്റെ ഒരു ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യ മുബീന ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഓടി. അപ്പോൾ ഓടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു, എൻ്റെ മോളെ എവിടെ ചോദിച്ചപ്പോൾ അവിടെയുള്ള ചേച്ചിമാർ പറഞ്ഞു, മോളെ അടുത്തുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ട്, മോളെ നീ ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങി ഓടിയതാണ്. പിന്നെ വില്ലേജ് റോട്ടിലാണ് ഞങ്ങൾ ഓടി എത്തിപ്പെട്ടത്. അവിടെ എത്തിയപ്പോൾ അവിടെ ആംബുലൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് കയറുമ്പോൾ മോളെ എനിക്ക് അതുവരെ അപ്പോഴൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വരുന്നില്ല, മോളില്ലാതെ ഞാൻ വരുന്നില്ല, എൻ്റെ മോളെ തരിക പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുറേ കരഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മോളാരേലും കൊടുന്നോളും, നീ കയറി പറഞ്ഞിട്ട് എന്നെ ആംബുലൻസിൽ വലിച്ച് കയറ്റുക ചെയ്തത്.
4 മണിക്കാണ് വിംസിലെത്തിയത്. വൈകുന്നേരം 4 മണിക്കാണ് പിന്നെ എനിക്ക് മോളെ കയ്യിൽ കിട്ടുന്നത്. അതുവരെ മോളുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. രണ്ടാമത്തെ പൊട്ട് വരുന്നുണ്ട് എന്ന് പറയണ കേട്ട്. സോഫി എന്ന് പറഞ്ഞ ചേച്ചിയൊക്കെയാണ് അവിടുന്ന് മോളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത്. അങ്ങനെ മോളെ അവിടുന്ന് എൻ്റെ കയ്യിൽ കിട്ടി. ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയ ഒരു പരിചരണത്തെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? നന്നായി അവർ നോക്കിയിട്ടുണ്ട്. അവരോട് ഒരിക്കലും തീരാത്ത കടപ്പാട് തന്നെയാണ് അവരോടുള്ളത്. എന്താ പറയുക, പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അങ്ങനെയൊന്നും. ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് അവർ പരിചരിച്ചത് ഞങ്ങളെ. നല്ല പരിചരണമാണ് ആശുപത്രിയിലൊക്കെ. അതെ, നല്ല പരിചരണം. സിസ്റ്റർമാരായാലും അവിടെയുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളോട് നന്നായിട്ട് തന്നെയാണ് പെരുമാറുന്നത്, ഞങ്ങളെ നോക്കിയതൊക്കെ. അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ് പോയത്? ക്യാമ്പുകളിലേക്കാണോ അതോ പുനരധിവാസ വാടക വീടുകളിലേക്കാണോ? എങ്ങനെയാണ്? അവിടുന്ന് 16 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ വാടക വീട്ടിലേക്കാണ് വന്നത്. ഇപ്പൊ വാടക വീട്ടിലല്ലേ? ഇപ്പോൾ വാടക വീട്ടിലാണ്, കോട്ടേഴ്സിലാണ്. അന്ന് പ്രധാനമന്ത്രി വന്നിരുന്നില്ലേ? അങ്ങനെയാണല്ലോ നൈസ മോളൊക്കെ ലോകം മുഴുവൻ അറിയപ്പെട്ടത്. എന്താ അതിന്റെ ഒരു അവസ്ഥ? അതെ, പ്രധാനമന്ത്രി ഞങ്ങൾ വാർഡിൽ ഒരു 5 ആളെയാണ് പ്രധാനമന്ത്രിക്ക് കാണാൻ അവസരം തന്നിരുന്നത്. ഞങ്ങളടുത്ത് വന്നു, ഞങ്ങളോട് സംസാരിച്ചു. അവരെ സംസാരിക്കുന്ന രീതിയൊക്കെ അവർ കൂടെ കുറേ പേരുണ്ടായിരുന്നു സാറെ കൂടെ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയണതൊക്കെ സാറിന് അവർ മനസ്സിലാക്കി കൊടുക്കണ്ടായിരുന്നു. പക്ഷേ അവരെന്താ പറയണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. മുഖം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ കൂടെ ഉണ്ടാകും. മോളെ ചേർത്ത് പിടിക്കണൊക്കെ കണ്ട് മോളെ അങ്ങോട്ടും തിരിച്ചിടപെടുകയൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയിരുന്നു. അപ്പോൾ ആ വിഷമത്തിൻ്റെ ഇടയിലും ഒരു സന്തോഷം തോന്നി. ഇവർ നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമല്ലോ എന്നുള്ള നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പോൾ വളരെ വിഷമം തോന്നി. എന്തെങ്കിലും പിന്നീട് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രമല്ല, ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് പോലും ഒരു ഫണ്ട് നൽകാൻ അവർ തയ്യാറായിട്ടില്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതന്നെയാണ്, എന്തായാലും സഹായിക്കുന്ന തന്നെയായിരുന്നു ഞങ്ങളെ പ്രതീക്ഷ. പക്ഷെ ഒന്നും തരാതെ വന്നപ്പം വലിയ പ്രയാസം തോന്നി. അപ്പം അവർ വന്ന് മോളെ എടുത്ത് മോള് അവരായിട്ട് നല്ല സ്നേഹത്തിലൊക്കെ ആയതുകൊണ്ട് നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം മോള് ഇപ്പോൾ ആ ഒരു ഇതിലാണ് മോളിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത്. എല്ലാവരും വരുമ്പോൾ പിന്നെ മിനിസ്റ്റർ സാർ പിന്നെ താലോലിച്ച മോളെ എവിടെ ചോദിച്ചിട്ടാണ് വരുന്നത്. മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും കിട്ടിയില്ല. ഡൽഹിയിൽ പോകാൻ തയ്യാറായിരുന്നു അല്ലേ അന്ന്? അന്ന് പോകണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ CPM LDF നടത്തിയ ഇടത് മുന്നണി നടത്തിയ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേ? ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, അങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല, നിങ്ങൾ പോയി വരികയെന്ന് അങ്ങനെ പറയും. പ്രതിഷേധം ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ? നല്ലൊരു വിഷമം തന്നെയാണ്. പ്രതിഷേധം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല വിഷമമാണ്. നമ്മളെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ അല്ലേ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പം ആ ഒരു വിഷമമുണ്ട്. അന്ന് ദുരന്ത ഭൂമിയിൽ വന്നിട്ട് പോലും ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു അവസ്ഥയായല്ലേ? അതെ. സംസ്ഥാന സർക്കാർ നടത്തിയ മറ്റ് അതുപോലെ തന്നെ വാടക വീടുകളിലെ സൗകര്യം അതൊക്കെ എന്താണ് പറയാനുള്ളത്? സർക്കാർ നമുക്ക് കൃത്യമായിട്ട് വാടകയൊക്കെ തരുന്നുണ്ട്. ദിവസം 300 രൂപ വെച്ചിട്ടുള്ള അതൊക്കെ എനിക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടി 10 ലക്ഷം അവർ കൊടുക്കേണ്ടി പറഞ്ഞാൽ 5 ലക്ഷം ഇപ്പോൾ എൻ്റെ 2 ദിവസമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. 5 ലക്ഷം കയറിയിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമാണ്. മോളെ പഠിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റി വെക്കാമല്ലോ. ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇന്ന് ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോവുകയാണ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ടൗൺഷിപ്പ് ഒരു വീട് എന്ന് പറഞ്ഞൊക്കെ എല്ലാവരും മോഹമാണല്ലോ, വലിയ സ്വപ്നം തന്നെയാണ്. അപ്പം കൂടുള്ളവരൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന നല്ലോണം ഉണ്ട്, അതൊരിക്കലും മാറുകയില്ല. വീട് ഇപ്പം ഇനിയുള്ളൊരാഗ്രഹം വീട് എന്നാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷം തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ തറക്കല്ലിടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, എനിക്ക് നല്ല സന്തോഷം തന്നെയാണ്. ഞങ്ങളെ കൂടെ കുറച്ച് പേരും കൂടി ലിസ്റ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്, അവരെയും കൂടി ഒന്ന് പരിഗണിക്കണം എന്നാണ്. കുറേ പേര് ഒഴിവായിട്ടുണ്ട്. വിനിഷ, ഇതാണ് പങ്കുവെച്ച കാര്യങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്ത മുഖത്ത് പോലും അതിനെ മുതലെടുക്കുന്ന വിധത്തിൽ ഫോട്ടോഷൂട്ട് നടത്താനായി എത്തുന്ന പ്രധാനമന്ത്രി, ഇപ്പോഴും അവരുടെ ദുഃഖം അത് തന്നെയാണ്.
അതായത് എന്താണ് ഞങ്ങൾക്ക് നൽകിയത് എന്നുള്ള ചോദ്യം കുട്ടിയെ താലോലിക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോഴൊക്കെ തന്നെ ഇവരുടെ മനസ്സിലൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയാണ് വന്നത് ഈ ദുരന്ത ഭൂമിയിൽ, എന്നിട്ട് ഇത്തരത്തിൽ ഉള്ള ഫോട്ടോഷൂട്ട് അടക്കം നടത്തി പോകുന്നു എന്നുള്ളതല്ലാതെ ബാക്കി എന്താണ് തന്നത് എന്നുള്ള ഒരു ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. അത് കൂടുതൽ ഒരു ദുഃഖത്തിലേക്ക്, ഇപ്പോഴും വിഷമമുണ്ട്, അതൊരു പ്രതിഷേധമായി ഉയർത്താനുള്ള ഒരു സന്ദർഭമായിരുന്നു. പക്ഷേ അന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള സന്ദർഭം, പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല, സാഹചര്യങ്ങൾ അനുവദിച്ചില്ല എന്നുള്ളതാണ് അവർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. നിഷ.